ഇടുക്കി, എറണാകുളം ജില്ലകളുടെ അതിർത്തിയായ കാഞ്ഞിരം വേലിയിലും പരിസരങ്ങളിലും കാട്ടാന ശല്യം രൂക്ഷമാണെങ്കിലും ഇതാദ്യമായാണ് ഒരാൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഈ സംഭവത്തിന്റെ നടുക്കത്തിലാണ് പരിസരവാസികൾ. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ഇടപെടലുകളേക്കാൾ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. രാഷ്ട്രീയ പ്രവർത്തകർ പ്രതിഷേധമറിയിച്ചും ആശ്വാസ വാക്കുകൾ പറഞ്ഞും മടങ്ങും. എന്നാൽ രക്ഷാപ്രവർത്തനം നടത്തിയവരും നിരപരാധികളും കേസിൽ കുടുങ്ങുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും ഇവർ പറയുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ ചുരുക്കം വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കാട്ടാന ആക്രമണം രൂക്ഷമായിട്ടെന്ന് പഴമക്കാർ പറയുന്നു. അതിലൊരു ഒറ്റാനാണ് ഇപ്പോൾ കൂടുതൽ ശല്യമായിട്ട് തുടങ്ങിയേക്കുന്നത്. അത് വാഴ, ഞങ്ങളുടെ 3 ലക്ഷം രൂപയുടെ വാഴ നശിപ്പിച്ചു. അടയ്ക്കാവരം, തെങ്ങ് എല്ലാം നശിപ്പിക്കും. ചിലപ്പോൾ 10ഉം 15ഉം കൂട്ടത്തോടെ വരും. അന്നേരം കാടന്മാരൊന്ന് പടങ്ങുമ്പോൾ കാട്ടി കയറ്റി വിടും, പിന്നെയും വരും. ഇതിൻ്റെ അകത്ത് ഞാൻ അറിയുന്നത്, ഞാൻ പണി കഴിഞ്ഞപ്പോൾ റബ്ബർ വെട്ടാണ്, ടാപ്പിംഗ് ആണ് എനിക്ക് എൻ്റെ പണി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒച്ചപ്പാട് കെട്ടി ഞാൻ ഇവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആന എൻ്റെ ഫ്രണ്ടിൽ വന്നു. അവിടുന്ന് ആന ഓടിയിട്ട് നേരെ അങ്ങനെ വട്ടം കയറി ഇവർ നിൽക്കുന്നിടത്തേക്ക് ചെല്ലുക ചെയ്തത്. ഇത് വടി കുത്തിപ്പിടിച്ച് ഇറക്കണ കാരണം കൊണ്ട് ഇത് വടി കുത്തിപ്പിടിച്ച് പയ്യെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ആന അങ്ങോട്ട് കയറിയിട്ട് എൻ്റെ പറമ്പിലേക്ക് കയറിയിട്ട് നേരെ മേളിലോട്ട് കൊണ്ട് ആന തിരിഞ്ഞ് വട്ടം തിരിഞ്ഞ് കീപ്പോട്ട് വന്നിട്ട് തുമ്പിക്കൈക്ക് തട്ടും ഞെറ്റിക്ക് തട്ടിക്കൂട്ടുകയാണ് ഞങ്ങൾ കാണുന്നത്. ഇതിന് സഹകരിച്ച കുറെ പിള്ളേരെ കോതാമംഗലം പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ കാരണം എന്നൊന്നും ചോദിച്ചാൽ അറിയാൻ പാടില്ല. ഫെൻസിങ് ഇടാന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പം 3ാം കൊല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇതുവരെ ഒരു നടപടിയില്ല. കാരണം ഇന്നലെ ഈ ഇന്ദ്രിയെ കാട്ടാന ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആക്രമണ ദിക്സാക്ഷിയായവർ ഉൾപ്പെടെയുള്ളവർ ഈ ഇന്ദ്രിയെ അവിടെ നിന്ന് എടുത്ത് ഏതാണ്ട് 1 കിലോമീറ്ററോളം അകലെയുള്ള വാഹനം എത്തുന്ന സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഈ ആശുപത്രിയിൽ ഇവർക്കൊപ്പം പോയവർ ഉൾപ്പെടെയുള്ള ഉള്ള യുവാക്കളെ വനപാലകർ പിടിച്ചു വെച്ചതായും ഇവർ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിന് ഇതായത് കഴിഞ്ഞ 10 വർഷത്തിൽ താഴെയായി ഈ കാട്ടാനയുടെ ശല്യം ഇവിടെ രൂക്ഷമായിട്ട് ഉണ്ടാകാൻ തുടങ്ങിയിട്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം വേണമെന്നാണ് ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കാഞ്ഞിരവേലിയിൽ നിന്നും ക്യാമറമാൻ റൈസൻ ഡിയോസിനൊപ്പം രതീഷ് കൃഷ്ണ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.